ഹായ് ഹലോ നമസ്കാരം. മദ്യ വ്യവസായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും ഏറ്റവും കോമ്പറ്റീഷനുള്ള ഒരു ഐറ്റമാണ്. പക്ഷെ അവിടെ നിന്നും കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മലയാളികളുടെ ഭാഗത്തു നിന്നും നീരാവി എന്നൊരു ബ്രാൻഡ്, അതിന്റെ പിന്നിൽ 4 മലയാളികൾ, അതിൽ 3 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. വൈശാഖ്, രതീഷ്, ജിജോ. ഒരു ഹായ് അവിടെ കൊടുത്തോളൂ. അപ്പൊ എന്തായാലും ഈ മദ്യ വ്യവസായം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എപ്പോഴും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമൊക്കെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു സ്വപ്നം എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരണം? ഇത് സ്വപ്നം എന്ന് പറയുന്നത് ജിജോ അവന്റെ സ്വപ്നമാണ്. അപ്പം ഈ ഒരു സംഭവം എങ്ങനെ ആക്കി എടുക്കണം എന്നുള്ള അവന്റെ ഒരു ഡ്രീം തന്നെയാണ്. അപ്പൊ ആ ഡ്രീം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഇതിനകത്ത് മെയിൻ വാറ്റുകാരനാരാ? അതാ കേൾക്കണ്ടത്. ഇത് അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. ഇതാണ് മെയിൻ ചെങ്ങായി. ഇതിന്റെ റെസിപ്പി എന്ന് പറയുന്നത് വെന്റിയാണ്. ഓക്കെ, അപ്പൊ ആ സ്വപ്നവും ഈ റെസിപ്പിയും കൊണ്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. രതീഷിന്റെ അല്ല, അവരുടെ ഫാദറുടെ ആണ്. പുള്ളി ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കാനഡയിൽ. വെക്കേഷൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവരിതുപോലെ പറഞ്ഞു തന്നു, ഈ സംഭവം ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഒരു ഭയങ്കര ഒരു യുണീക്കായിട്ട് തോന്നിയത് കേട്ടപ്പോൾ. അങ്ങനെയാണ് ഞങ്ങൾ ഇത് എന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാം. പക്ഷേ ഒരിക്കലും സാധാരണ ഒരു ഇതാവരുത്, കുറച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് തോന്നി. ഞങ്ങൾ കുറേ ഡിസ്റ്റിലറികളിൽ, ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന ലണ്ടനിലാണ്. ലണ്ടനിലും അവിടെ പരിസരത്തുള്ള കുറേ ഡിസ്റ്റിലറികൾ ഞങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചു തന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ചോളത്തിൻ്റെ സ്പിരിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം വിസ്കി ആണെങ്കിലും റമ്മാണെങ്കിലും ഏത് ബ്രാൻഡാണെങ്കിലും ചോളത്തിൻ്റെ സ്പിരിറ്റാണ് യൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ തനതായ രീതിയിൽ ശർക്കര ഇവിടെ കിട്ടാനും ഒക്കെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെയ്യുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ ഓർത്ത് അങ്ങനെ അതിനുവേണ്ടി കുറേ ഞങ്ങൾ നടന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വൈശാഖ് കയറി, സതീഷുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ കയറി ഒരു ശരിക്കും നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ടീം വർക്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. ഒരു എന്തോ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളോ കാര്യങ്ങളൊന്നും, ഒരാളിപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഏകദേശം 2-2.5 വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പുറയിൽ. അത്രയും നാൾ ഞങ്ങൾ ഇറക്കുമ്പോൾ നല്ല പോലെ ഇറക്കണം. കാരണം കുപ്പി സാധാരണ ഒരു കുപ്പിയല്ല, ഞങ്ങൾ കണ്ടിരുന്നു കുപ്പി. അപ്പോൾ അത് സാധാരണ ഒരു കുപ്പിയല്ല. അപ്പോൾ ഡിസൈൻ ആണെങ്കിലും ലേബലിങ്ങിലാണെങ്കിലും ഞങ്ങൾ അത്ര എന്താ പറയുക പോയിന്റ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രീമിയം ടച്ച് തന്നെയാണ് അതിനകത്ത് കണ്ടത്. ഓക്കെ. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് വാറ്റും പരിപാടിയൊക്കെ ഭയങ്കര കോമൺ ആയിരുന്നല്ലോ. അതിനുശേഷം നിരോധനമൊക്കെ വന്നിട്ട് പിന്നെ കോവിഡ് സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾക്കാർ ഈ കുക്കറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വാറ്റും പരിപാടിയൊക്കെ തുടങ്ങിയത്. അതേസമയം നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വാറ്റാനുള്ള പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും അല്ലേ? അപ്പൊ ഇത് ഈ പറഞ്ഞ നാട്ടിലേക്ക് ഇത് വിടാനുള്ള പരിപാടി പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നാട്ടിലേക്ക് ഇറക്കാൻ അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഡ്യൂട്ടി ഫ്രീയിലും ബാക്കിയുള്ള ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ നീരാവി എന്നൊരു പേര്, ആ പേരിലേക്ക് ഇങ്ങനെ എത്തപ്പെട്ടെ? അതൊരു കഥയാണെന്നും പറയാം. ഇപ്പൊ ഈ നീരാവി തന്നെ ഇപ്പൊ നമ്മൾ 4 ആളെ റെപ്രസെന്റ് ചെയ്യണമെന്ന് നീരാവിയിൽ നീ ആരാണ് ആവി എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? ഞങ്ങളങ്ങനെ 4 ആൾക്കാർ അങ്ങനെ കൂട്ടാം. ഒരു സ്ട്രൈക്കിംഗ് പേര് കിട്ടി. ഈ പേരിനും പിന്നിൽ കഥ ഉണ്ട്, പക്ഷെ കഥ നമ്മളിവിടെ പറയുന്നില്ല. പക്ഷെ ഇവന് ഞാൻ പറഞ്ഞല്ലോ ഇവന്റെ സ്വപ്നം. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നീര് ലോഗോയിൽ ഇങ്ങനെ ഒരു താഴേക്കോട്ടൊരു വള്ളിയുണ്ട്. നീര് ആവിയായിട്ട് ബോട്ടിലേക്ക് വീഴുന്നതാണ് നമ്മുടെ ആ ഒരു. ഇതാരാ ഡിസൈൻ ചെയ്തത്? നമ്മള് ടീമുണ്ട് ബ്രോ. പറഞ്ഞ ഡിസൈൻ അതാ പറഞ്ഞ വി ടു 2.5 years 2.5 കൊല്ലം ഓൾമോസ്റ്റ് ഇതിൽ സ്പെൻഡ് ചെയ്തതാണ്. നമുക്ക് ഇവിടെ നോർമൽ കിട്ടുന്ന ബോട്ടിൽസിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം ഇറക്കാൻ പറ്റുമായിരുന്നു, കുറച്ച് മിനിമൽ കോസ്റ്റ് കുറച്ചിട്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ്. കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ ലോഗോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീരാവി എന്ന് പറഞ്ഞ രാത്രി, നിശ, ഇത് കൂമനാണ്. നമ്മളെ മദർ കമ്പനി വേറെയാണ്. അപ്പൊ അതിന്റെ ക്രൗൺ ഇവിടെ ഉണ്ട്, സഫയർ ക്രൗൺ ബെവറേജസ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂമന്റെ കണ്ണും രാത്രിയും. പിന്നെ ഈ ബോട്ടിൽ നിന്നൊരു ക്രിസ്റ്റൽ, ഒരു കളക്റ്റബിൾ വേർഷൻ ആയിട്ട് നമ്മളിപ്പോൾ നമ്മൾ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയാൻ തോന്നരുത്. റൈറ്റ്? അപ്പൊ അവർക്ക് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി തോന്നും. അപ്പൊ അങ്ങനെ ഈ ബോട്ടിൽ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് അങ്ങനെ നോക്കി ഇറക്കിയതാ. പിന്നെ അതുമല്ല ലുക്ക് ഉണ്ടല്ലേ? അല്ല, ഞാൻ അതിലേക്ക് വേറെ അതിനകത്ത് തിളങ്ങുന്ന എന്താ കേൾക്കണ്ടേ? 23 കാരറ്റ് ഗോൾഡ് ഫ്ലേക്സ് ആണ്. സ്വർണം, തനി സ്വർണം. നിങ്ങൾ ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് കാണാം. എഡിബിൾ. ഇത് ഞങ്ങള് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ആ പേരുകേട്ട കമ്പനിയാണ് അത്. ഈ 23 കാരറ്റ് ഗോൾഡ് എഡിബിൾ എന്ന രീതിയിൽ അവരാണ് ചെയ്യുന്നത്. വേൾഡ് ഫേമസ് അവരാണ്. നമ്മളിപ്പോ പെട്ടുപോയെന്നൊരു ആലോചിക്കുന്നുണ്ട്. സ്വർണ്ണത്തിന് വില കുറഞ്ഞ സമയത്ത് വാങ്ങിയത് അരിച്ചു കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടിയിരിക്കും. അതുപോട്ടെ നിങ്ങൾ ബോട്ടിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കളയാൻ തോന്നരുത്. ഒരു കളക്റ്റബിൾ വേർഷൻ ആയിട്ട് അവർക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ലുക്ക്. അപ്പൊ നമ്മൾ ഇതെല്ലാം കോൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈനേഴ്സിന് കൊടുത്തു. അവർ ഡിസൈൻ ചെയ്ത് തന്നു.
കുപ്പി കുടിച്ച് കഴിഞ്ഞാൽ കളയാൻ തോന്നില്ല ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തതും. പിന്നെ നമുക്ക് ഇവിടെയും കിട്ടും, നമ്മുടെ കാനഡയിൽ ഗോൾഡ് കിട്ടും, കാലിഫോർണിയയിൽ കിട്ടും. ഞങ്ങൾ എല്ലായിടത്തും വിളിച്ചു ചോദിച്ചു. ഓക്കെ. പക്ഷെ അവരാരും ലിക്കറിൽ ഇടാൻ പെർമിറ്റ് ഇല്ല അവരുടെ എഡിബിൾ ഗോൾഡിന്. ഓക്കെ. സോ ഓൺലി വൺ കമ്പനിയാണ് ഇത് ചെയ്യുന്നത്, അത് ജർമ്മനിയിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഗോൾഡ് എടുത്തത്. സോ ധൈര്യത്തെ നമുക്ക് കഴിക്കാം, ഒരു പ്രശ്നമില്ല, ഹെൽത്തിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്ത ഗോൾഡാണ്. ഇപ്പൊ നമ്മൾ നാട്ടിലെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പൊ നാട്ടിലേക്ക് വെച്ച് നമ്മളത് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം മലയാളികളാണല്ലോ. നാട്ടിലൊരു സ്വന്തമായിട്ട് ഡിസ്റ്റിലറി തുടങ്ങുക, ഒരു മദ്യ ബ്രാൻഡ് തുടങ്ങുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോകാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാനഡ പോലെ ഒരു രാജ്യത്ത് എന്തായാലും നമുക്ക് വാറ്റ് പെർമിറ്റഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു ഇങ്ങനെ ഡിസ്റ്റിലറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാൻഡുമായിട്ട് മുമ്പോട്ട് വരിക, അതും അതിനകത്ത് സ്വർണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മെറ്റൽ ആണല്ലേ, അങ്ങനെ മെറ്റൽ ഇട്ടിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, ഇതിന് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ലായിരുന്നോ? ഇതിൽ ലീഗൽ കോംപ്ലിക്കേഷൻ ആസ് സച്ച് ഇല്ല. ഇത് മെറ്റൽ ഇത് ഇട്ട് വാറ്റാന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ലെറ്റ്സ് ഇപ്പം ബാക്കിയുള്ള വാറ്റുകളും ബാക്കിയുള്ള ലിക്കറുകളും പറയുന്നത് ഈ പറഞ്ഞ പോലെ ജിജോ പറഞ്ഞ പോലെ ചോളത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ് വിക്സ്. നമ്മളെന്ന് പറഞ്ഞാൽ തനി ഫ്രൂട്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒന്നും ആഡഡ് പ്രിസർവേറ്റീവ്സോ ആഡഡ് സാധനങ്ങളോ ആഡഡ് എസൻസ് പോലും ഇതിലില്ല. ഓക്കെ. അപ്പം ഈ വാറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നാട്ടിലെല്ലാവരും വാറ്റി കുടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമുക്കത് കൊടുക്കുമ്പം ഇത് വെറും നമ്മൾ ഒരൊറ്റ കമ്മ്യൂണിറ്റീസിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, ഇതിന് കുറച്ച് ആൾക്കാർ അറിയട്ടെ. അപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത്, റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റ് കമ്മ്യൂണിറ്റീസിനെല്ലാം നമ്മൾ കൊടുത്തു, അവർക്ക് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ മൂൺഷൈൻ എന്ന് പറഞ്ഞത് അതാണ് നമ്മളിത് പ്രീമിയം മൂൺഷൈൻ എന്നുള്ള രീതിയിൽ അവതരിച്ച സമയത്ത് ഓ ദിസ് ഇസ് റിയലി ഗുഡ് എന്നൊക്കെ അവരും ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഓക്കെ അവരിലും ഈ ടേസ്റ്റ് ഉണ്ട്, ഓക്കെ അവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഗോൾഡ് ഫ്ലേക്സും കൂടി അതിൽ ആഡഡ് ഗുണം ഉണ്ട് തന്നെ. ഇപ്പം നമ്മൾ തങ്കവാസ്മ ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഭംഗി വെക്കും എന്നൊക്കെ പണ്ട പ്രമാണികളെല്ലാം പറഞ്ഞിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ അതൊരു ഫാൻസിനെസ്സും കൊടുത്തു അതിന്റെ കൂടുതൽ കൂട്ടി. അതാണ് ബേസിക്കലി നമ്മളെ കോൺസെപ്റ്റ്. പിന്നെ കൂടുതൽ ഇതിന്റെ കൂടെ നമുക്ക് സർട്ടിഫിക്കറ്റും ഉണ്ട്. നമ്മുടെ ഗോൾഡിന്റെ ആ കമ്പനി മേടിക്കുമ്പോൾ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇവിടുത്തെയുള്ള എല്ലാ നമ്മുടെ എന്താ പറയുക ഹെൽത്ത് ഇത് മീറ്റപ്പ് ചെയ്യുന്ന ഇതാണ്, കുഴപ്പമില്ല. നമുക്ക് ഈ നീരാവി ബ്രാൻഡിന്റെ കീഴിൽ നമുക്ക് 3 ബോട്ടിൽസ് വരുന്നത് അല്ലേ, ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ഇതാണ് നീരാവി ഗോൾഡ്. ഇതായിരുന്നു ഞങ്ങൾ ആദ്യമേ ഡിസൈൻ ചെയ്ത നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ്. ഇതിൽ 23 ക്യാരറ്റ് എഡിബിൾ ഗോൾഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത് 46% ആണ്. പിന്നെ ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഇത് കഴിക്കുമ്പോൾ കരിക്കും വെള്ളം നമ്മുടെ അതാണ്. പക്ഷേ അതൊരു നല്ല ടേസ്റ്റ് തരുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് അത് കൊടുത്തു, അവർ ചെയ്തു, നമ്മളൊക്കെ പറഞ്ഞ് നമ്മളും ഉപയോഗിച്ച് നോക്കുമ്പം ശരിക്കും കരിക്കും വെള്ളത്തെ യൂസ് ചെയ്യുമ്പോൾ നല്ല ശരിക്കും നീറ്റായിട്ട് കഴിക്കണം. അത് വേറെയാണ്, വാറ്റ് കഴിക്കുമ്പോൾ നീറ്റായിട്ട് കഴിക്കണം. പക്ഷേ കരിക്കും വെള്ളം യൂസ് ചെയ്താൽ ഒരുപാട് നല്ലതാണ്, നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും. കാരണം ഇതിൽ നമ്മൾ ജാഗരി, ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ ടേസ്റ്റുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അത് കരിക്കും വെള്ളമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഇത് നീരാവി 65, ഓക്കെ 65% ആൽക്കഹോൾ ഉണ്ട് ഇതിനകത്ത്. തലക്കടി തങ്കപ്പൻ മനസ്സിലായോ? അപ്പം ഇത് ആദ്യം കോൺസെപ്റ്റ് ഇത് ഇവിടെ പറയാ ബട്ടർഫ്ലൈ പീഷു ആണ് ഇതിന് പറയാ. ഐ മീൻ ശംഖുപുഷ്പം. ഓക്കെ. അപ്പൊ ആദ്യം കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്താണ് ഓക്കെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇതില് സിട്രിക് ജ്യൂസോ സിട്രിക് എന്തെങ്കിലും ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നിറം മാറിയിട്ട് വെള്ളത്തിന്റെ നിറവും. ഓക്കെ. ഇത് അടിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഞാനൊരു വെള്ളം അടിക്കാതെ മനസ്സിലാട്ടോ, എന്നാലും പറയുന്നത് കൊണ്ടൊന്നും. ഓക്കെ. അപ്പം ഇതില് നീറ്റായിട്ട് അടിക്കുക, അതായത് തനി നീറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ മൊത്തം അറിയും. ആൽക്കഹോൾ കൺസംഷൻ ഇൻജുറിയസ് ആണ്, പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷെ നീറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഇതിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ. ഈ ബാക്കിൽ വായിച്ചു നോക്കണമെന്നില്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നീറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഇതിൽ ഈ ഇൻഗ്രീഡിയൻസ് ഇതിൽ ബാക്കിൽ നോക്കാണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിൽ ഈ സംഭവം ഉണ്ടോ, ഈ സ്പൈസസ് ഉണ്ടോ, ഈ ഫ്രൂട്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് എല്ലാം ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 സെൻസ് ഒക്കെ കിട്ടും. അപ്പൊ അത് കുറച്ച് ശക്തിയേറിയ സാധനം ഇറക്കി. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ കുറച്ചൊരു കുറഞ്ഞ സാധനം വേണമല്ലോ. ലെറ്റ്സ് ഇന്ന ജെൻഡർ ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയല്ല, കുറച്ച് കുറഞ്ഞ നമുക്ക് മൈൽഡ് ആയിട്ട് അടിക്കണമെന്നുള്ളവർക്ക് വേണ്ടി ഇറക്കിയാണ് നീരാവി റോസ്. ഓക്കെ. അതായത് ഇതിൽ സ്ട്രോബെറി നമ്മൾ 2 ഫ്ലേവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അഗെയിൻ നമ്മൾ ഈ ടെസ്റ്റിങ്ങും റിസർച്ച് സമയത്ത് ടെസ്റ്റിങ്ങിന് കൊടുത്ത സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് സ്ട്രോബെറി ഫ്ലേവർ. ഇത് കൂടുതൽ ഈ പറഞ്ഞ പോലെ മൈൽഡ് കോക്ടെയിൽസ് അതിന് പറ്റിയ അന്വേഷിച്ചു. നമ്മൾ കുറെ ഈ ബാറ് മിക്സ് ചെയ്യുന്ന പബ്ബിലൊക്കെ മിക്സ് ചെയ്യുന്നവരടുത്ത് അഗെയിൻ വൈറ്റ് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലും കൊടുത്തു. മിക്സ് ചെയ്യുന്നവരടുത്ത് റിയലി ഗുഡ് ഫോർ കോക്ടെയിൽസ് എന്ന് അവരിങ്ങോട്ട് സജസ്റ്റ്. അല്ല, ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാ പേജിലും കണ്ടിരുന്നു വൈറ്റ്സ് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയുന്നത്. എക്സാക്ട്ലി. അപ്പം അവരും കഴിച്ചിട്ട് അവർക്ക് ഇതില്
നമ്മൾ വിചാരിക്കും ഇപ്പൊ ഈ 65 വാങ്ങുന്ന ഇത്ര ആൽക്കഹോൾ ആരാ കുടിക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 65 ആണ്. ഓക്കെ. അപ്പൊ അത് ഈ നമ്മൾ ഏത് കമ്മ്യൂണിറ്റി എടുത്തു പോയി കഴിഞ്ഞാലും 65 ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി, നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയി. അടുത്ത റണ്ണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും സ്റ്റോക്ക് വരും. പിന്നെ ഇതിനും ലേഡീസിനിടയിലും, ഞാൻ അഗൈൻ ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറയാം, ലേഡീസിനിടയിലും പിന്നെ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ കോക്ടെയിൽ മിക്സിന്റെ കൂടെ അടിക്കുന്ന സമയത്ത്, കാരണം നല്ലൊരു ബ്ലെൻഡാണ് വരുന്നത്, സ്പൈസസ് വിത്ത് ഫ്രൂട്ട്സ്. പിന്നെ പറഞ്ഞ പോലെ ഒരു ഓവർ സ്വീറ്റ്നെസ് അല്ല, പക്ഷെ ആ സ്വീറ്റ് കിട്ടുന്ന പോലെ നമ്മൾ ഹെൽത്തി ജാഗറി ബേസിലാണ് നോക്കിയത്. വെറും ജാഗറി അല്ല, ജാഗറിയിൽ തന്നെ പല ഇൻഗ്രീഡിയൻസ്, അതായത് ഈ കെമിക്കൽസ് ഉണ്ട്, അതില്ലാത്ത നോക്കിയിട്ട് വേണം നമുക്ക്. അത് ഇട്ട് കഴിഞ്ഞാലേ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. അതാണ് നമ്മൾ ഇത്രയും സമയം എടുത്തിട്ട് നമ്മൾ സാധനം ഇറക്കിയത്. ഇപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് LCBയിലൂടെ അവൈലബിൾ ആണോ? LCBയിൽ വെരി സൂൺ വരും. ഐ മീൻ വിതിൻ മന്ത് ഓൾസോ LCBയിൽ വരേണ്ടതാണ്. പിന്നെ നമ്മളെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിന്റെ തന്നെ പല ഡിസൈനും കാര്യങ്ങളെല്ലാം പുള്ളിന്റെ വക ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ജിജോ വെബ്സൈറ്റിനെ പറ്റി വെബ്സൈറ്റ് neeravi.com എന്നാണ്. അതിൽ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം. ഇപ്പം നമ്മൾ അതിനകത്ത് ഇപ്പം ഇത് കാണുന്നവർ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം. ഇപ്പോൾ ഒരെണ്ണം മേടിച്ചാലും ഷിപ്പിംഗ് കോസ്റ്റ് കാനഡ പോസ്റ്റ് കൊടുക്കുന്നത് ഹൈ ആയിരിക്കും. അറൗണ്ട് $29 ആണ്. പക്ഷേ നമ്മളിപ്പോൾ ബൾക്കായിട്ട് മേടിക്കുവാണെങ്കിൽ ഇപ്പം ഒന്നോ അതിൽ കൂടുതൽ മേടിച്ചാൽ ഈ 29 സംതിങ് തന്നെ കിടക്കും. അപ്പം മേടിക്കുകയാണെങ്കിൽ ഒരെണ്ണമായിട്ട് മേടിക്കാതിരിക്കുക. ബൾക്കായിട്ട് 1, 2 അല്ലെങ്കിൽ 3 പേര് കൂടിയോ 4 ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ തന്നെ വരുള്ളൂ. നമ്മൾ അയക്കുന്നത് ഒറ്റ ബോക്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഷിപ്പിംഗ് കോസ്റ്റ് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ആൾക്കാർ ഇഷ്ടമുള്ളത്ര വാങ്ങിക്കോട്ടെ, വാങ്ങണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു വ്യക്തി വാങ്ങുന്നുണ്ടെങ്കിൽ $28 പോകും. ഷിപ്പിംഗ് കോസ്റ്റ് മാത്രമാണ് പറയുന്നത്. അത് കാനഡ പോസ്റ്റിൻ്റെതാണ്, നമ്മളായിട്ട് യാതൊരു ഇതുമില്ല. പക്ഷെ അവർ ₹6 ഒരു കേസ് ₹6 വാങ്ങുന്നതെങ്കിൽ നേരെ മറിച്ച് അവർക്ക് $35 or $36 വരുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് എഡ്മണ്ടണിലേക്ക് വന്ന ഓർഡറും BCയിലേക്ക് വന്ന ഓർഡറെല്ലാം നോക്കുമ്പോൾ ബൾക്കായിട്ട് പോയ സമയത്ത് അവർക്ക് ഒരു കണക്ക് നോക്കുമ്പോൾ അതാണ് അവർക്ക് ലാഭം. അപ്പോൾ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡിന്റെ ഇടയിലേക്കാണ് നിങ്ങൾ നീരാവി എന്നൊരു ബ്രാൻഡുമായിട്ട്, ഒരു മലയാളി ബ്രാൻഡുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബ്രാൻഡുകളെയും മറ്റു കോമ്പറ്റീറ്റീവ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏത് രീതിയിലാണ് നിങ്ങൾ വേറിട്ട് നിൽക്കുന്നത്? വാറ്റ് എന്ന് പറയുന്നത് വെറും മലയാളി കോൺസെപ്റ്റ് അല്ല. ഇപ്പം നിങ്ങൾ അതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇതിന് പുരാതനമായിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം പണ്ട് ഇവൻ രാജാക്കന്മാർ വരെ കഴിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമ്മൾ ഇതിനെ എന്താ പറയുക, ഒരു വാറ്റ് എന്നുള്ള രീതിയിൽ കുറച്ചൊരു പ്രീമിയം ആക്കി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബോട്ടിൽ തന്നെ ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിൽ ഐറ്റം ഫസ്റ്റ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ബോട്ടിൽ ഐറ്റം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾ തന്നെ എടുത്ത് വെച്ചു, കൊള്ളാലോ ബോട്ടിൽ അടിപൊളിയാണ്, നിങ്ങൾ തന്നെ കണ്ടപ്പം പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതേ സെയിം ഇംപ്രഷനാണ് നമ്മളെ കൊടുത്ത വാങ്ങിയ ആൾക്കാരും പറഞ്ഞു, ബോട്ടിൽ കൊള്ളാലോടാ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞത് ഇതേ സെയിം ഇംപ്രഷൻ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി മോട്ടിവേഷനായി. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മളെ ബോട്ടിൽ നോക്കിയാലും അതിൻ്റെ ഡിസൈൻ നോക്കിയാലും ഈ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ പറഞ്ഞ ഗോൾഡ് ഫ്ലേക്സ് ഇട്ട് ഇറക്കുന്നത് വലിയ ഹെവി പ്രീമിയം ലിക്കേഴ്സ് ആണ്. 23 കാരറ്റ് ഗോൾഡ്, 18 കാരറ്റ് ഗോൾഡ് ഇട്ട് കണ്ടിട്ടുണ്ട്. 23 കാരറ്റ് ഗോൾഡ് ഇട്ടുള്ള വലിയ പ്രീമിയം വിസ്കി, സ്കോച്ചും അവരൊക്കെയാണ് ഇറക്കിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു വ്യത്യാസത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി മാത്രമല്ല, നമ്മൾ ഇന്ത്യ എന്നൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ബാക്കി നമ്മൾ പല ഡിസ്റ്റിലറീസിലും ഇവിടെ തന്നെ നമ്മൾ പോയി നോക്കി അവരെ എങ്ങനെയാണ് അവരുടെ രീതി എന്ന് നമ്മൾ ചോദിച്ചു നോക്കി. അപ്പോൾ ചോദിച്ച സമയത്ത് എല്ലാം മോസ്റ്റ്ലി അവരെല്ലാം പ്രിഫർ ചെയ്ത് പറയുന്നതും ചോളത്തു നിന്നുള്ള ആൽക്കഹോൾ ആയിരിക്കും, ഒക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ 4 പേർക്കും നിർബന്ധം ഉണ്ടായിരുന്നു, കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ തനിമ ശരിക്കും വേണം. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ശർക്കര വേണം, പിന്നെ നാച്ചുറൽ ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ആ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് നിങ്ങളിപ്പോൾ നാവിൽ വെച്ച് കഴിഞ്ഞാൽ കുടിക്കാത്ത എങ്കിൽ ഞാൻ നാവിൽ വെച്ച് നോക്കിയിട്ടേ ഉള്ളൂ, ഞാൻ കുടിക്കാത്ത ഒരു വ്യക്തിയാണ്. നാവിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാ ടേസ്റ്റും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഒരു 12 ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 12 ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അതിലാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്. വേറെ നമ്മൾ പുതുമയായിട്ട് വേറെ റോക്കറ്റ് സയൻസ് പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പ്രൈസ് ഇച്ചിരി കൂടുതലാണ് നിങ്ങളുടെ, അങ്ങനെ നമ്മൾ വേറിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 100% നാച്ചുറലാണ്. നല്ല സാധനം കൊടുക്കുമ്പോൾ അതിന് പ്രൈസ് വരും. പിന്നെ മലയാളികൾക്ക് നല്ലത് കഴിച്ചാൽ ഇറങ്ങില്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയും കൂടെ നമ്മൾ വേറിട്ട് നിൽക്കുന്നുണ്ട്. മീൻസ് നല്ലതാണ്, 100% ജെന്യൂൻ ആണ്, നാച്ചുറലാണ്. നമ്മൾ ഇതൊരു പ്രൗഡാണ്. ലൈക്ക് നമ്മളെ ആൾക്കാർക്ക്
കുറച്ചും കൂടി പ്രീമിയം സാധനം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് ഇതും കൂടി ഉണ്ട്. നമ്മളെ ബ്രാൻഡ്, അതായത് 4 മലയാളികൾ എന്ന് തന്നെ പറയാം. 4 മലയാളികളിലേക്ക് കുറച്ച് പ്രീമിയം സാധനം കുറച്ച് അറിയപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം എന്താ പ്രീമിയം ബ്രാൻഡാണ്. അപ്പൊ നമുക്കൊരു പ്രൗഡാണ് ആക്ച്വലി. കേരളക്കാരാണ്, ഇന്ത്യ എന്നാണ് ഒരു പ്രീമിയം ബ്രാൻഡ്. അതായത് ആൾക്കാർ വാറ്റെന്ന് വിചാരിച്ച സാധനം ഒരു പ്രീമിയം ആയിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് കഴിഞ്ഞാൽ ടേസ്റ്റിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, വിഷ്വലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ലോഞ്ച് നമ്മുടെ ലോക സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് അതിന്റെ ഒരു കൺസെപ്റ്റ് വന്നൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ, ഒരു പ്രൊമോ വീഡിയോ ഗംഭീരമായിരുന്നു. എങ്ങനെ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? അതിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ കോൺസെപ്റ്റ് നിങ്ങൾ വിശ്വസിക്കൂല. ഓക്കെ, ഈ ലോക എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന്റെ മുമ്പേ ജിജോ ഈ കോൺസെപ്റ്റ് പറഞ്ഞതാ. ഇവന്റെ ഐഡിയ ആയിരുന്നു, ലെറ്റ്സ് നമുക്ക് ഇത് ഇറക്കുന്ന സമയത്ത് ഇതിനെ യക്ഷി സംബന്ധമായിട്ടോ അതോ രാത്രികളിനെ ഇതാക്കുന്ന രീതിയിൽ വേണം എന്നുള്ളത് ഇവന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ ജിജോ അതിന് സ്ക്രിപ്റ്റ് വരെ എഴുതിയതാണ്. സ്ക്രിപ്റ്റ് വരെ എഴുതിയതാ. ഇതിനകത്ത് ലോഗോയ്ക്കകത്ത് തന്നെ നമ്മുടെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ആ മൂങ്ങ എന്ന് പറയുന്ന രാത്രിയുടെ ഒരു ഇതാണ് കാണിക്കുന്നത്. കാരണം വാറ്റെന്ന് പറയുന്ന നാട്ടിലൊരു സമ്പ്രദായം വെച്ച് നോക്കുവാണെങ്കിൽ രാത്രിയിലാണ് വാറ്റുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഞങ്ങൾ ആ മൂങ്ങയിൽ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. ഓക്കെ, അല്ല അതിന് കറക്റ്റ് ഒരു ഐതിഹ്യം പോലൊക്കെ സെറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം ഇത് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായതാന്നൊക്കെ ചിലർ പറയും ആൾക്കാർ. അതിനെ അത് തന്നെ കോപ്പി ചെയ്ത് വേറെ ഇറക്കുന്നുണ്ട് ഇപ്പം. അതിനുശേഷം ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ കണ്ടു, അതേപോലെ തന്നെ ആൾക്കാർ ഇറക്കി വിടുന്നത്. പിന്നെ ഇത് ഞങ്ങൾ വേറൊരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ഒരു ഡിസ്റ്റിലറിയിൽ വൈറ്റ്സിൻ്റെ, എല്ലാം വൈറ്റ്സ് ആണ് ഇവിടെ കൂടുതലും. ഞങ്ങളൊരു ഡിസ്റ്റിലറി പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു നിങ്ങൾ ഏതാണ് നിങ്ങളെ, ഇപ്പോൾ ഞങ്ങളിതുപോലെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മൂൺഷൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും താഴത്തെ ഇതിലാണ് കാണുന്നത്, ഞങ്ങളെ ഏറ്റവും കുറച്ചാണ് കാണുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുമാതിരി അവർ കളിയാക്കിയാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ചെയ്യുന്ന ഉടനെ പ്രീമിയമായിട്ട് തന്നെ ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ 2.5 വർഷം ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് നടന്നത്. അതൊരു വാശിയായിരുന്നു ഞങ്ങൾ. കാരണം അവരുടെ അടുക്കലല്ല ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്റ്റിലറി ഓണർ ആണെങ്കിലും നല്ലൊരു മനുഷ്യനാണ്. നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും പുള്ളി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് നമുക്ക് ഈ ബട്ടർഫ്ലൈ പീയുടെ കാര്യം പറഞ്ഞത്. നമുക്ക് ബ്ലൂ കളർ ചെയ്യാം, ഒരു വെറൈറ്റി ആയിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി ഞങ്ങൾക്ക് ഒറിജിനൽ ശംഖുപുഷ്പം തന്നെയാണ് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഒറിജിനൽ ശംഖുപുഷ്പം ഇട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് കാനഡയ്ക്ക് പുറത്ത് നമുക്ക് ഏതെങ്കിലും രാജ്യങ്ങളിൽ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഉടനെ അവൈലബിൾ ആക്കുമോ? ഇപ്പം അവൈലബിൾ അല്ല. ഇനി ഇൻ ഫ്യൂച്ചർ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് തീർന്നു. ഓണസ്റ്റ്ലി പറയാണ്, അടുത്ത സ്റ്റോക്ക് റണ്ണ്. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണം. യെസ്, അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് വിതിൻ 3 or 4 months മിഡിൽ ഈസ്റ്റും ബാക്കി US ആ സൈഡിലേക്കും ആണ് നോക്കുന്നത്. നമ്മൾ എൻക്വയറീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നെഗോഷിയേഷൻസും കാര്യങ്ങളും ക്ലയൻസായിട്ട് സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം യെസ്, ഡെഫിനറ്റ്ലി ഇപ്പം നമുക്ക് മെയിൻ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് സാധനം എത്തിച്ചു കൊടുക്കണ്ടേ. ഡ്യൂട്ടി ഫ്രീയിലും മിഡിൽ ഈസ്റ്റിലുമാണ് നമ്മൾ മെയിൻ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് ചോദിക്കുന്നത്, അടുത്തൊരു 5 വർഷത്തിൽ അല്ലെങ്കിൽ 10 വർഷത്തിൽ നിങ്ങൾ നീരാവിയെ എവിടെ കാണുന്നത്, ഇങ്ങനെ എത്തുന്ന കാണുന്നത്? നിങ്ങൾ ഇന്ദുചൂടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പറയാൻ പറ്റില്ല. നാളെ ലാലേട്ടൻ നീരാവി അടി എന്നൊക്കെ പറയും, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഞാൻ പറയുന്നത് നമുക്ക് ഏതൊരു ബ്രാൻഡാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുക എന്നുള്ളതാണ്, ആൾക്കാരിലേക്ക് എത്തിക്കില്ലെന്ന്. ഇത് ജസ്റ്റ് ഒരു ബെയ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ഒരു കൊളുത്തിട്ടിട്ടേ ഉള്ളൂ, സാധനങ്ങൾ വരാൻ കിടക്കുന്നു. അത് വ്യത്യസ്തമായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഓ ഇങ്ങനത്തെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയും. അത് 100% ഷുവറാണ് വരാനിരിക്കുന്നു. പിന്നെ ഇതിനെ നമ്മൾ എന്തായാലും മാക്സിമം നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കും. പ്ലസ് അതർ കമ്മ്യൂണിറ്റി, ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിൽ എത്തിക്കാൻ നോക്കും. കാരണം അവർക്കും ഡിമാൻഡ് ഉണ്ട്, കുടിച്ചവരുണ്ട്. ടേസ്റ്റ് അവർ ശരിക്കും ടേസ്റ്റിനെ പറ്റിയിട്ട് നമ്മളെ പുകഴ്ത്തി പറഞ്ഞതെന്ന് തന്നെ പറയാം. ഞാൻ നമ്മളെ ബ്രാൻഡ് അതിനെ കൊണ്ട് പൊക്കി പറയുമൊന്നുമല്ല, പക്ഷെ അത് കഴിച്ച് ഇഷ്ടമായവരുണ്ട്. അപ്പം ഇതിനെ ഒന്ന് വിപുലീകരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇനി വരാനിരിക്കുന്നുണ്ട് ഒരു സാധനം, അത് വരുമ്പം കാണട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് നല്ലൊരു ഭാവി അല്ലെങ്കിൽ നല്ല ലോകം അറിയുന്ന വലിയൊരു ബ്രാൻഡായി മാറട്ടെ നീരാവി. താങ്ക് യു.